14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വനിതകളുടെ ഒരു പരിപാടിയാണ്. അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. കൈകൊട്ടിക്കളിയും നാടൻ പാട്ടും ഭക്തിഗാനങ്ങളും ഒരു പ്രത്യേക രീതിയിൽ കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് എല്ലാം കൂടി ഒരൊറ്റ പരിപാടിയാക്കി ചെയ്യുകയാണ് ഇവിടുത്തെ അമ്മമാരും കുട്ടികളും എല്ലാം ഉൾപ്പെടുന്ന വനിതകളുടെ ഒരു സംഘം. നമുക്ക് അവരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഈ പരിപാടിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അമ്മ ഇവിടെയുണ്ട്. 60 വയസ്സാണ്. നമുക്ക് അമ്മനോട് എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങളൊന്നും ചോദിക്കാം. പേരെന്താണ്? സുജാത. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് മകനും മരുമകളും പേരക്കുട്ടികളും. ഒരു മകളുണ്ട്, മകളെയും കല്യാണം കഴിച്ച്. അവിടെയും 2 പേരക്കുട്ടികളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായ്മയോടുകൂടെ ഇവിടെ നീളട ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കളിക്കാൻ വേണ്ടി 2 കളി ഞങ്ങൾ ഇവിടെ കളിച്ച്. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഓരോരുത്തടുത്ത് ഇപ്പൊ ഞങ്ങളുടെ കളി കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇഷ്ടമായിട്ട് പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിലും പിന്നെ ബീച്ചിൽ ഒക്കെ ഞങ്ങൾ കളിച്ച്. ജോളി എന്ന് പറഞ്ഞ ഈ നീളട സംഘടനയിലെ ആളാണ്. ആ പുള്ളിയാണ് ഞങ്ങൾക്ക് ഇത് കളിക്കാനും ഇവിടെ കൊണ്ടുവന്ന് ഇത് കളിപ്പിക്കാനും പിന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് പിടിച്ചു തരാനും ഒക്കെ ചെയ്തു തന്നത്. അപ്പൊ ഞങ്ങൾ 2 കളിയാണ് ഇവിടെ കളിച്ചത്. ഇപ്പൊ ഞങ്ങൾ കളിച്ച് ഓരോന്ന് കൂട്ടി കൂട്ടി 12 കളിയായിട്ടുണ്ട്. 12 ഇനം അവതരിപ്പിക്കണുണ്ട്. പേരൊന്ന് പറയാമോ? ലിനി. എന്താണ് വീട്ടമ്മയാണോ? ഇല്ല, പ്രസ്സില് ഇങ്ങനെ ബൈൻഡറായിട്ട് വർക്ക് ചെയ്യുന്നു. വീട്ടില് ഭർത്താവിന്റെ 2 സഹോദരിമാര്, ഞാനടങ്ങണ ഒരു കുടുംബമാണ്. എന്റെ പേര് സുജ ഉല്ലാസ്. വീട്ടില് 2 മക്കളും ഭർത്താവും ഉണ്ട്. ഒരു മകളെ കൊടുത്ത്, ഒരു മോള് പഠിക്കാണ്, ഫിസിയോതെറാപ്പി പഠിക്കണം. വീട്ടമ്മയാണ്. ഓണത്തിന് ഇവിടെ നില സംസാരിക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. അതില് ആദ്യം കളിച്ചതാണ്. ഞങ്ങൾ എല്ലാരും കൂടി അപ്പൊ അത് നല്ലതാണെന്ന് പറഞ്ഞപ്പോ പിന്നീട് ഓരോ സ്ഥലത്ത് വിളിച്ച് അങ്ങനെ അങ്ങനെ. വീട്ടില് ഹസ്ബൻഡും മക്കളൊക്കെ സപ്പോർട്ടാണ്. ശ്രീകല. വീട്ടില് ഹസ്ബൻഡും 3 മക്കള്. വീട്ടിലിരുന്ന് തന്നെ തയ്യല് ഉണ്ട്. തയ്യല് 6 മാസം കഴിഞ്ഞു. ഓണത്തിന് തുടങ്ങിയതാണ്. എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട്. എൻ്റെ പേര് സീന. ഞാൻ ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യണാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഓണാഘോഷ പരിപാടി 2 കളി ഞങ്ങൾ കളിച്ചാണ്. അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നപ്പോൾ നിങ്ങളുടെ സംഘടനയുടെ ഒരു പ്രസിഡന്റ് ജോളി എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയും കൂടുതലായിട്ട് എണ്ണം കൂട്ടിയിട്ട് എവിടെയാണ് നമുക്ക് കളിച്ച് തുടങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 കളി ഒരു റെസിഡൻസിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കളിച്ച്. പിന്നെ എണ്ണം കൂട്ടി 6 ആക്കി, ഇപ്പൊ 12 ആക്കി. ഇടക്കിടക്ക് ബുക്കിംഗ് ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക്. ചെറാബിഷി കളിച്ച്. പിന്നെ ഹസ്ബൻഡും പിള്ളേർക്ക് നല്ല സപ്പോർട്ടാണ്. 7 മണിയോടെ 9 മണി വരെ ഞങ്ങൾ പ്രാക്ടീസ്. എല്ലാവരും ഒരു കുറെ പേര് അമ്മമാരും ഉണ്ട്, ജോലിക്കാരും ഉണ്ട്. പിന്നെ ഒത്തൊരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒന്ന് സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ കൊണ്ടുപോകണം. എല്ലാവരും ഹാപ്പി ആയിട്ട് കളി തുടരുകയാണ് ഞങ്ങൾ. എൻ്റെ പേര് സുധീര സിബീഷ്. വീട്ടിൽ അമ്മയും ഹസ്ബൻഡും ഒരു മോനാണ്. എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡുമാണ് കൂടുതലും ഇതിന് പോകാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് ചെയ്തു തരുന്നത്. ഞാൻ വർക്ക് ചെയ്യണേണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇവിടെ വന്ന്. എൻ്റെ പേര് ബിന്ദു രാജേന്ദ്രൻ. എനിക്ക് 2 മക്കളും ഹസ്ബൻഡും. പിന്നെ ഞാനൊരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലത്തെ. എൻ്റെ പേര് ശൈഷ ബിനോയ്. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, 2 പിള്ളേർ, ഒരു 17 വയസ്സായ 2 വയസ്സായ കുട്ടിയുണ്ട്. ലോട്ടറി കച്ചവടത്തിന് പോണേ ഞാൻ. അതും കഴിഞ്ഞ് വന്ന് സമയം കണ്ടെത്തിയാണ് ഇതിന് വന്നത് ഞാനിപ്പോൾ. അപ്പോൾ എനിക്കത് നല്ലൊരു ഇതായിട്ടാണ് തോന്നണത്. ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നല്ലൊരു ഇത് തോന്നുന്നുണ്ട്, സന്തോഷം തോന്നുന്നുണ്ട് അത് കളിക്കാൻ വന്നിട്ട്. ഇനിയും തുടരാൻ തന്നെയാണ്. എല്ലാ പരിപാടിയും നല്ലതായിട്ട് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ലിജി ഹരി. ഞാൻ ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് 2 പിള്ളേരുണ്ട്. വീട്ടിൽ അമ്മയും ഉണ്ട്. അപ്പം എല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. ഞാൻ സന്തോഷത്തോടുകൂടി കളിക്കുന്നു. എൻ്റെ പേര് നവിയ. എനിക്കൊരു അനിയൻ, അച്ഛൻ, അമ്മ, അപ്പാപ്പൻ, അമ്മമ്മ. പിന്നെ ഞാൻ പഠിക്കണ്. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ട്യൂഷന് പോയതിന് ശേഷം പ്രാക്ടീസിനാണ്. അപ്പം അടിപൊളിയായിട്ട് പോകും. എൻ്റെ പേര് അർച്ചന അരുൺ. വീട്ടിൽ അച്ഛനും അമ്മയും ഹസ്ബൻഡ് 2 മക്കളുണ്ട്. ഹൗസ് വൈഫാണ്. എൻ്റെ പേര് വിസ്മയ. വീട്ടിൽ അച്ഛനമ്മ 2 ചേച്ചിമാരാണ്. അവരുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിൽ വർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞ് പോയി വന്നതിന് ശേഷമാണ് ഞാൻ പ്രാക്ടീസിന് വരുന്നത്. സമയം കണ്ടെത്തി തന്നെ പ്രാക്ടീസിന് വരുന്നത്. ഇപ്പം ഹാപ്പി ആയിട്ട് പോകുന്നു പ്രാക്ടീസെല്ലാം. എൻ്റെ പേര് കൃഷ്ണപ്രിയ. വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ എനിക്കൊരു കുട്ടിയുണ്ട് 4 വയസ്സായത്. പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ സൂപ്പറായിട്ട് പോകണു. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് വേണം. അത്ര. എൻ്റെ പേര് അപർണ. ഞാൻ പഠിത്തം കഴിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ വീട്ടിൽ പപ്പയും അമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ ഇപ്പോൾ ഡാൻസിന് ചേർന്നേക്കുന്നത്. എൻ്റെ പേര് പാർവതി. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മാമ്മയാണുള്ളത്. ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് വിനീഷ. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ +1 പഠിക്കണം. മോദകഹസ്തം ഏകദന്തം പാശാങ്കുശധരം വക്രതുണ്ഡം ഭജേ. മദഗജവദനം നളിനവിലോചനം മോദകഹസ്തം ഏകദന്തം പാശാങ്കുശധരം വക്രതുണ്ഡം ഭജേ. പർവതനന്ദിനി നന്ദന വന്ദനം.
ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ അവരമ്പിൽ നാടൻ പാട്ടുകൾ പാടാ പോയതാണേ നാറ്റുപാടം തേടി പോയതാണേ നാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ അവരമ്പിൽ നാടൻ പാട്ടുകൾ പാടാ പോയതാണേ നാറ്റുപാടം തേടി പോയതാണേ. പൊന്നാറ് നാട്ടും നേരത്ത് കാറ്റൊന്ന് വന്നോടി തുമ്പി കുഞ്ചവയലിന്റെ മാറിൽ പൂങ്കാറ്റ് വന്നോടി തുമ്പി ആ കാറ്റ് പൂങ്കാറ്റ് പോയിടും നേരത്ത് പാട്ടൊന്ന് കേട്ടോടി തുമ്പി വടക്കൻ പാട്ടിന്റെ ഈണം രസിച്ചോടി കേട്ടോടി തുമ്പി ചക്രം ചവിട്ടുന്ന ചെക്കൻ കാക്കക്കറുമ്പൻ ഇടം കണ്ടിട്ട് നോക്കണ കണ്ടോ ആ പെണ്ണിനെ ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടു പെണ്ണിനെ കണ്ടോ അവരമ്പിൽ. മഴക്കാറിന്റെ ചേരുള്ള മാനിന്റെ കണ്ടുള്ള പെണ്ണിന്റെ മാട്ടിലെ തേന തെക്കേ തൊടിയിലെ തെന്നലിലാടുന്ന തൈമാസപ്പൂവിലെ തേന പാട്ടിന് പൂന്തിന് പാടേന്നു ചേരാൻ കൂടിയേറുന്നെന്റെ തുമ്പി ഞാറ് നടും ചെലരാവോളം കാണാൻ ആശ വെറുക്കുന്നു തുമ്പി ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ അവരമ്പിൽ നാടൻ പാട്ടുകൾ പാടാ പോയതാണേ നാറ്റുപാടം തേടി പോയതാണേ നാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ അവരമ്പിൽ നാടൻ പാട്ടുകൾ പാടാ പോയതാണേ നാറ്റുപാടം തേടി. കൊറ്റക്കുട ചൂടി ആകാശം പൂപ്പന്തൽ ചാത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ്ണക്കൊലുസി കരികമ്മ പാടി ചുവടുവച്ചു വന്നു മെല്ലെ കാതിലോട്ടിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോട് മൂടി മല്ലികപ്പൂ കണ്ട ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താകരുടെ മോഹമില്ല കരളേ. അരുതാത്തവയല്ലോ മുനിയെ നിർവചിച്ചിടുകയില്ലേ തളിരെ വംശം മറ്റുപോകും ഞങ്ങൾ കാറ്റിലാടിത്തീരും ഒന്നുയർന്നേൽക്കുവാൻ അങ്ങ് കൈത്ത വന്നിടില്ലേ
മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താറുണ്ട് ഓർമ്മില്ല കരളേ രണ്ട് മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താറുണ്ട് ഓർമ്മില്ല എല്ലാവരും ഞങ്ങളുടെ കളി കണ്ട് എന്ന് വിശ്വസിക്കുന്നു.
ഞങ്ങളുടെ കളി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് അവസരങ്ങൾ തരണം. എല്ലാവരുടെയും സപ്പോർട്ടും പ്രചോദനവും ഉണ്ടാകണമെന്ന് താഴ്മയായി പറയുന്നു. എല്ലാവരും ഞങ്ങളുടെ കളി കണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ഞങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ശ്രീഭദ്ര കലാക്ഷേത്രയാണ്. ഞങ്ങൾ 16 പേരടങ്ങണ ഒരു ടീമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും നിങ്ങൾ എവിടെയെങ്കിലും അവസരങ്ങൾ തരാനും ഞങ്ങൾ വിളിക്കാനും ഉള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇങ്ങനെ തുടരുകയാണ് പരിപാടി.